ഒരു പ്ലാനും ഇല്ലാതെ എങ്ങനെ ശ്രീലങ്ക പോകാം, അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് ഡേ 1 ആണ് കേട്ടോ. എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ബൈക്ക് അവിടെ വെച്ചു. ഏകദേശം 8 ദിവസത്തോളം അവിടെ വെക്കാറുണ്ട്. എത്ര രൂപ അത് തമ്പുരാനറിയാം. ഒരു ദിവസത്തേക്ക് 30 രൂപ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറി കിട്ടിയ ഡ്രസ്സും മറ്റേ എന്താ പറയുക പുതപ്പൊക്കെ കാണുമ്പോൾ ഒരു പ്രേതം കിടക്കുന്ന പോലെ ഉണ്ട്. ശരിക്കും പ്രേതമാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഞങ്ങൾ ട്രെയിനിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. പുറത്തുള്ള ഹോട്ടലിലാണ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ പച്ചവെള്ളം പോലത്തെ ഒരു കറിയാണ്. സാമ്പാറാണെന്നാണ് അവർ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളത്തില്ലായിരുന്നു വെച്ചാൽ ഉണ്ട്, കുഴപ്പമില്ല. 350 രൂപയോളം വില വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ഒരു ശ്രീലങ്കൻ്റെ ഭൂപടം വരച്ചു, അതിൽ വേണ്ട സ്ഥലങ്ങൾ കുത്തി നിറച്ചു, അതിനുള്ളിലും വേണ്ട സ്ഥലങ്ങൾ കുത്തി നിറച്ചു. ഇനി അതിനനുസരിച്ചായിട്ട് പോവുകയാണ്. ഇനി എന്താ സംഭവിക്കാമെന്നറിയില്ല. ഇദ്ദേഹത്തെ കണ്ടോ? അദ്ദേഹത്തിന് 2 കണ്ണും കാണില്ല, പക്ഷേ സ്റ്റിൽ അധ്വാനിച്ച് ജീവിക്കുകയാണ്. ഭയങ്കര പ്രൗഡാണ് ഇവരെയൊക്കെ കാണുമ്പോൾ. നമ്മളൊക്കെ എത്ര ഭാഗ്യന്മാരാണെന്ന് മനസ്സിലാവും. പിന്നീടുള്ള ഞങ്ങളുടെ ടെൻഷന് ഞങ്ങൾക്ക് മണി എക്സ്ചേഞ്ച് ആയിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് അത് പണി പാളോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഡെഡ് എൻഡ് കണ്ടൊരു സന്തോഷത്തിന് കൂടിയാണ് ഭാര്യ. ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് ഓട്ടോക്കാരനോട് ചോദിച്ചു. അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് മണി എക്സ്ചേഞ്ചും ചെയ്തു തരാം, ശേഷം എയർപോർട്ടിലേക്കുള്ള മെട്രോയിൽ ഇറക്കി തരാം, 300 രൂപ ചാർജ് തന്നാൽ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ പോയി മണി എക്സ്ചേഞ്ച് ചെയ്തു. നാട്ടിലത്തെ അതേ വില തന്നെ കിട്ടിയത്, അത് സന്തോഷമായി. പക്ഷേ ആകെ 4-5 കിലോമീറ്റർ ഓടാണ്ടായിരുന്നുള്ളൂ. അയാളും നമ്മളെ ചാമ്പി. അതിനുശേഷം നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ അടുത്തെത്തി ഒരു മാളിൽ കയറി ഫുഡ് കഴിക്കുകയാണ്. ഏകദേശം 500 രൂപയോളം ആ ഷവർമ്മക്കും ഒരു കുപ്പി വെള്ളത്തിനും ഒരു എക്സ്ട്രാ റൊട്ടിക്കും ഉണ്ടായിരുന്നു. അതൊന്നും പാളി. 1-2 സ്ഥലത്ത് നമുക്ക് പാളി. പക്ഷേ ബാക്കി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും നമുക്കറിയാം. നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീലങ്കൻ എയർവേസ് അടിപൊളിയാണെന്നുള്ളത് സത്യമാണ് കേട്ടോ. അവിടെ സർവീസും അവിടെ ഫുഡും ഒക്കെ ആദ്യമായിട്ടായിരിക്കും ട്രെയിനിൽ ഫ്ലൈറ്റ് കയറിയിട്ട് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കിട്ടുന്നത്. എന്തായാലും ശ്രീലങ്കൻ എയർലൈൻസ് അടിപൊളിയാണ്. നമുക്ക് ഇനി കാണേണ്ടതുണ്ട്. കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരുപാട് പൈസ കിട്ടിയ സന്തോഷത്തിലാണ് അവൾ. മൊത്തത്തിൽ അവൾ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ശ്രീലങ്കൻ എയർവേസ്. പോയി ഞങ്ങളൊരു സിം എടുത്തു. സിം നമ്പർ വേണമെങ്കിൽ പറഞ്ഞുതരാം. ബൈ.